ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചന്ദ്രാമേ, എന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ചന്ദ്രാമ ഇങ്ങനെ കരഞ്ഞാലോ? പോട്ടെ. പോട്ടെ. ചന്ദ്രാമ കരയാതെ. താൻ പറയണമെന്നില്ല, കേൾക്കണമെന്ന് നിർബന്ധവുമില്ല. വെറുതെ ഞാൻ ചന്ദ്രാമയോട് ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും താൻ ചോദിച്ചതല്ലേ, ഞാൻ പറയാം. അപ്പോ ഞാൻ ആരാണെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. ഒരു പാതിരാത്രി ഒരു മണിയറവാതിൽ മുട്ടിയപ്പോഴാ ഈ ചോദ്യം ഞാൻ അതിട്ട് കേൾക്കുന്നത്. ആരാണ് നീ, എന്താണ് നിനക്ക് വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ വേണമെന്ന്. അപ്പോ ആ അമ്മ പറഞ്ഞു ആ മകനെ അറിയില്ലെന്ന്. അതോടെ തീർന്നു കിട്ടി ഊരും പേരൊക്കെ. അപ്പുറത്തെ മുറിയിലിരിക്കുന്ന ആ വലിയ മനുഷ്യനില്ലേ, അദ്ദേഹത്തെ പേരാ മഹേഷ്. ഹലോ മാണിക്യം. മമ്മൂട്ടിയുടെ രാജമാണിക്യം സിനിമയൊക്കെ ഞാനും കുറെ കണ്ടതാ. സിനിമയോ? അപ്പോ ചന്ദ്രാമയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഇത്രയും നേരം ഇയാള് പറഞ്ഞത് സിനിമാ കഥയാ. അതെ, താൻ ആരാണെന്നും എന്താണെന്നും ഇവിടെ ആർക്കും അറിയണ്ട, പോരെ? ഞാൻ സത്യം പറയാൻ കുട്ടി, എന്റെ അച്ഛൻ എന്റെ അമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ചതാ. എന്റെ അമ്മ അതുകൊണ്ട് പറയല്ല, വലിയ അഹങ്കാരിയാ. പിന്നെ അമ്മ എവിടെ വീട്ടു ജോലിക്ക് നിൽക്കുന്നു എന്നാണ് പറഞ്ഞതോ? അഹങ്കാരിയാ എന്താ, വീട് ജോലിക്ക് പോയിക്കൂടെ? താൻ ഇത്ര അഹങ്കാരിയായിട്ടും വീട് ജോലിക്ക് നിൽക്കുമല്ലേ? മിണ്ടാതെ നിന്നെ കഥ കേട്ടോ. എന്റെ അച്ഛനൊരു പാവ, അമ്മ അഹങ്കാരിയും. തനിക്കറിയോ, എന്റെ അമ്മ ഇതുവരെ എന്നെ സ്നേഹിച്ചിട്ടില്ല. അവരെനിക്ക് ഒന്ന് അമ്മയെന്ന് വിളിക്കാൻ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. തനിക്ക് തോന്നും ഇങ്ങനെയുള്ള അമ്മമാരുണ്ടോ എന്ന്. എന്നാ എനിക്കുണ്ട്. ഇത്രയും ദുഷ്ടിയായ ഒരു അമ്മയെ കിട്ടിയതോർത്ത് ഞാൻ എന്നും എന്നെ തന്നെ ശപിക്കും. എന്നെ ഒന്ന് മോനെന്ന് വിളിക്കാൻ, എന്റെ തലയിൽ തലോടാൻ, എന്നെ വാത്സല്യം കൊണ്ട് പൊതിയാൻ ആഗ്രഹമില്ലാത്ത ഒരമ്മയുടെ മകനാ ഞാൻ. എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയാൽ മതിയായിരുന്നെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. സ്നേഹം കാണിക്കാത്തൊരു അമ്മ എന്തിനാ എനിക്ക്? ഒരിക്കലും ആ അമ്മയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല, അംഗീകരിക്കാനും പറ്റില്ല. തനിക്കും വിഷമായല്ലേ? എന്റെ കാര്യം ഓർത്ത് താൻ സങ്കടപ്പെടേണ്ട ചിന്നു. ഞാനല്ല. ചന്ദ്രാമേ, എന്തു പറ്റി? ചന്ദ്രാമേ, എന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ചന്ദ്രാമ ഇങ്ങനെ കരഞ്ഞാലോ? പോട്ടെ. പോട്ടെ. ചന്ദ്രാമ കരയാതെ വാ. ഹലോ. എന്താണ് ഹലോയ്ക്ക് പഴയൊരു ബലമില്ലല്ലോ? നീ പേടിക്കണ്ട, ഞാനിപ്പോ വിളിച്ചേ നിന്നെ ഭീഷണിപ്പെടുത്താനൊന്നുമല്ല.
നിനക്ക് കൂടി ഗുണം ഉണ്ടാവുന്ന ഒരു കാര്യം പറയാന്. മണിമാലയ്ക്ക് വേണ്ടി നീ ശ്രമിക്കുന്ന കാര്യമൊക്കെ എനിക്കറിയാം. അങ്ങനെ കഷ്ടപ്പെട്ട് നീ അത് എനിക്ക് തരുമ്പോ നിനക്കെന്തെങ്കിലും ഗുണം വേണ്ടേ? ഒരു വലിയ ഡീലാ ഞാൻ പറയാൻ പോകുന്നത്. മണിമാല തന്ന നിനക്ക് ഞാൻ കുറച്ച് കാശ് തരാം. കുറച്ചെന്ന് പറഞ്ഞ ഒരു 3-3.5 കോടി രൂപ. ഇത് ഞാൻ വെറുതെ ഒരു കണക്ക് പറഞ്ഞ ചിലപ്പോ അതിൽ കൂടുതൽ കിട്ടിയെന്നും വരും. വെറും കൈയോടെ ചെന്നുകൊണ്ട് നിന്നെ ആ വീട്ടിൽ ആർക്കും വലിയ വിലയൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് രമ ചേച്ചിക്ക്. കയ്യില് 10 പുത്രനുണ്ടെങ്കില് വിലയൊക്കെ തന്നെ പോരും. കോടികൾ കയ്യിൽ വാങ്ങുന്നതിന്റെ ഇടയ്ക്ക് പെറ്റമ്മ, നോക്കിയ അച്ഛൻ, കൂടെ വളർന്ന അനിയത്തി, ഈ സെന്റിമെന്റ്സ് ഒക്കെ നീ അങ്ങ് വിടണം. കിട്ടാൻ പോകുന്ന കോടികളെ കുറിച്ച് മാത്രം ആലോചിക്ക്. മാല ആരുടെ കയ്യിലാണെന്ന് വെച്ചാ അങ്ങ് തട്ടിക്കളഞ്ഞിട്ടായാലും നീ അതിങ്ങ് എടുക്ക്. അല്ലെങ്കിലേ 3 എണ്ണത്തിന് നീ അങ്ങ് തട്ടിക്കും. എന്തിനാ 3 എണ്ണം ഭൂമിക്ക് ഭാരമായിട്ട്? കാശുണ്ടെങ്കിലേ വിലയുള്ളൂ. അത് രമാദേവിയുടെ മുന്നിലായാലും ആരുടെ മുന്നിലായാലും. കാശുണ്ടെങ്കിലേ നല്ല ഗ്ലാമറുള്ള തന്തയും തള്ളയും അനിയത്തിയും വേറെ ഉണ്ടാക്കാം. അതി വിഷമഭാവമുള്ള ശിവദാസനെ, സംസാരിക്കാൻ കഴിയാത്ത സീതയും, അമ്പലവാസിയായ കല്യാണം പോലത്തെ ഒന്നും അല്ല. നല്ല കാണാൻ ഭംഗിയുള്ള സംസാരശേഷിയുള്ള അച്ഛനമ്മമാരെ കിട്ടും. നമുക്ക് ഗുണമില്ലാത്തത് അങ്ങ് മുറിച്ചു മാറ്റണം. അത് ബന്ധമായാലും സ്വന്തക്കാരായാലും. താൻ ഇവിടെ വന്നിരിക്കായിരുന്നോ? വൺ സെക്കൻഡ്. എലിസബത്തെ, ഞാൻ പിന്നെ വിളിക്കാവേ. ഓക്കെ. ഞാനേ ഒന്ന് പുറത്തു പോയിട്ട് വരാം. ആണോ? ഓക്കെ. മാല ആരുടെ കയ്യിലാണെന്ന് വെച്ചാ അങ്ങ് തട്ടിക്കളഞ്ഞിട്ടായാലും നീ അതിങ്ങ് എടുക്ക്. കിട്ടാൻ പോകുന്ന കോടികളെ കുറിച്ച് മാത്രം ആലോചിക്കും. കയ്യില് 10 പുത്രനുണ്ടെങ്കിലേ വിലയൊക്കെ തന്നെ പോരും.